വോട്ട് കൊള്ള പൊളിച്ചടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ അത് ഒരു രീതിയിലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വോട്ടർ പട്ടികയിലെ എല്ലാ രീതിയിലുള്ള ക്രമക്കേടുകളും തിരുത്തിയിട്ട് മതി, ഇല്ലെങ്കിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യ എന്ന ഈ മഹത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ജ്ഞാനേഷ് കുമാർ പലതവണ രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എവിടെന്ന് നടക്കില്ല, നിങ്ങളുടെ കയ്യിലിരിപ്പും എന്റെ അടുത്ത് ചെലവാകില്ല മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ എന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രി നിങ്ങളുടെ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് നിങ്ങളെ അനർഹമായ കസേരയിൽ ഇരുത്തി. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇന്ത്യയുടെ പരിപാവനമായ പരിശുദ്ധമായ ജനാധിപത്യ സംവിധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അമരക്കാരനായി ജ്ഞാനേഷ് കുമാർ എന്ന കോമാളിയെ പിടിച്ച് ഇരുത്തിയത്. കോമാളിത്തരം മാത്രമല്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജ്ഞാനേഷ് കുമാർ അവിടെ ഇരുന്ന് തെമ്മാടിത്തരം മുഴുവൻ കാട്ടിക്കൂട്ടി. പക്ഷേ ഏത് തെമ്മാടിയുടെയും അവസാനം എന്തായിരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജ്ഞാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്ക് സുപ്രീം കോടതി ഒരുങ്ങുകയാണ്. ജ്ഞാനേഷ് കുമാറിന്റെ അധികാരം റദ്ദാക്കും. ജ്ഞാനേഷ് കുമാർ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ സുപ്രീം കോടതി പ്രത്യേക അധികാര പദവി ഉപയോഗിക്കും. സുപ്രീം കോടതിയെ വരിഞ്ഞു മുറുകാൻ പാർലമെന്റ് ശ്രമിച്ചാൽ ഈ രാജ്യത്ത് അസന്തുലിതാവസ്ഥ ഭയാനകമായിരിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജുഡീഷ്യറിയെ ചൊറിഞ്ഞാൽ ജുഡീഷ്യറിക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ വീണ്ടും ഈ രാജ്യത്ത് നരേന്ദ്രമോദി അപ്രഖ്യാപിതമായി കൊണ്ടുവരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനും കൂടെ കിട്ടിയ കരണത്തടി എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. കാരണം അത്ര തീവ്രമാണ് ഇപ്പോഴത്തെ വോട്ട് ചോരി വിഷയത്തിന്റെ ഏറ്റവും വലിയ കള്ളക്കളികൾ. വോട്ട് ചോരിയിലൂടെ കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിലുള്ളവരെ ഈ രാജ്യത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെക്കാൻ സംഘപരിവാരത്തിന് തീറെഴുതി കൊടുക്കാൻ വേണ്ടി ഒത്തുകളി കളിച്ച ജ്ഞാനേഷ് കുമാർ രാജ്യദ്രോഹിയാണ് എന്നുറക്കെ പ്രഖ്യാപിക്കാനാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യം വിനിയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു, പുറത്താക്കൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനി ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും വൈകിപ്പിച്ചുകൂടാ. വിചാരണ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ പദവിയിൽ ഇരുന്നു കൊണ്ട് വെന്ത് നീറുകയാണ്. ചീഫ് ജസ്റ്റിസ് തൊലി ഉരുക്കുകയാണ്.